സ്നേഹമുള്ളവരെ, പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് അനേകം മുസ്ലിം സഹോദരങ്ങൾ സിസ്റ്റേഴ്സിന് സുവിശേഷം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം അത്തരം സിസ്റ്റേഴ്സിന് സുവിശേഷം പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, ബൈബിൾ മുഴുവനായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം. മുഴുവൻ വായിക്കേണ്ട. പൗലോസ്ലീഹനെ നിങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പല മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്തുകൊണ്ടാണ് ബൈബിള് കത്തിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ബൈബിളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ ഞാൻ പറയാം. വിശുദ്ധ പൗലോസ് പറയുകയാണ്, പരിച്ഛേദനവാദികളെയും കള്ളന്മാരെയും നായ്ക്കളെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും. ആരാണ് ഈ പരിച്ഛേദനവാദികൾ? പരിച്ഛേദനവാദികളെയും കള്ളന്മാരെയും നായ്ക്കളെയും ഒക്കെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളാൻ. തെരുവ് പട്ടി കടിക്കണ പോലെ അവർ കടിക്കും എന്നാണ് ഈ പറയുന്നത്. അപ്പൊ കൈവെട്ട് കേസിനെ കുറിച്ച് 2000 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല, വിശുദ്ധ പൗലോസ് പറയുകയാണ്, അവർ ചിലര് വിവാഹത്തെ നിഷേധിക്കും, മറ്റു ചിലര് ഭക്ഷണത്തെ നിഷേധിക്കും. അതായത് ചിലർക്ക് പോർക്കിറച്ചി ഹറാമാണ്. പൗലോസ്ലീഹ ഇതിലും പറയാണ്, ദൈവം മനുഷ്യന് തിന്നാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ ലോകത്തിലെ സകല വസ്തുക്കളും, അതുകൊണ്ട് നിങ്ങൾക്ക് തിന്നാം. ഈ പരിച്ഛേദനവാദികളെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഈ പൗലോസ്ലീഹ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ത്രീകൾക്ക് പരിച്ഛേദനം നടത്തുന്ന ഒരു സമ്പ്രദായം പരിച്ഛേദനവാദികൾക്കിടയിലുണ്ട്. അത് പല ഇസ്ലാമിക് രാഷ്ട്രത്തിലും നിലവിലുള്ളതാണ്. ഞാൻ സെനഗലിനെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ 1999 അവർ ഫീമെയിൽ സർക്കംസിഷൻ നിയമം മൂലം നിരോധിക്കുന്നത്. ലോകത്തിൽ ഗവൺമെന്റുകളുടെ കണക്കനുസരിച്ച് 2000 ലക്ഷം പെണ്ണുങ്ങളെ ഫീമെയിൽ സർക്കംസിഷന്, പരിച്ഛേദനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. 2000 ലക്ഷം എന്ന് വെച്ചാൽ 20 കോടി പെണ്ണുങ്ങൾ പരിച്ഛേദനത്തിന് വിധേയനായിട്ട് നടക്കുകയാണ്. എന്താണ് ഈ പരിപാടി? സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിന്റെ ഒരു ഭാഗം ചവണ വെച്ച് വലിച്ച് വല്ല കത്തിയോണ്ടോ ബ്ലേഡോണ്ടോ മുറിച്ച് കളയുന്ന ഈ പരിപാടിയാണിത്. അപ്പൊ ഇത് അൽ ജസീറ ടിവിയുടെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്ന് സിസ്റ്റേഴ്സ്, നിങ്ങളോടാണ് എനിക്ക് പരാതി. നിങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ നടത്തുന്നുണ്ടെങ്കിൽ, ലോകമെമ്പാടും നടത്തുന്ന ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ പൊതുജനത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരണം. മാത്രമല്ല, കാസ എന്ന സംഘടനയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, അവര് ഹിജാബിടാത്ത സ്കൂളുകളുടെ കണക്കാണ് എടുക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ എത്ര ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നടന്നിട്ടുണ്ട് എന്ന ഒരു കണക്ക് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ തീവ്രമായ ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ മുഴുവൻ ഇതുണ്ട്. അതിനെക്കുറിച്ച് കണക്കെടുക്കാൻ DYFIക്ക് SFIക്കും ഒക്കെ മുട്ടുവരയ്ക്കും. ക്രിസ്ത്യൻ സ്കൂളിലെ മനുഷ്യാവകാശം മാത്രമാണ് അവർ സംരക്ഷിക്കുള്ളൂ. അതുകൊണ്ട് ഉസ്താദുമാര് ബൈബിള് പഠിപ്പിക്കുമ്പോൾ ബൈബിള് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സെന്റ് റീത്താസിലെ വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിക്കാൻ നിഷേധിച്ച സംഭവമായിട്ട് സിസ്റ്റേഴ്സിനെ കളിയാക്കുന്നത് പൊതുസമൂഹത്തിന്റെ ഒരു സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സിസ്റ്റർ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രൊനൗൺസിയേഷൻ ശരിയല്ല എന്നാണ് പറയണത്. ആ പ്രസംഗം പറയുന്ന ഉസ്താദുമാരുടെ മുഴുവൻ മലയാളം നോക്കിയാൽ ഇജ്, ഇയ്യ്, ഇന്ന്, ബന്ന്, കുന്ന് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ സ്വന്തം കണ്ണിലെ തടി എടുത്ത് മാറ്റിയിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണില് കരട് എടുത്ത് മാറ്റാൻ. അതുപോലെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ലോകത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പോലും അറിയില്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നതിന്റെ നിർവചനമെങ്കിലും നിങ്ങൾക്കറിയും ഉസ്താദുമാർക്ക്? സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സദേൺ
ബ്രിട്ടനിലെ ഇംഗ്ലീഷിനെ പറയുന്ന പേരാണ് കിങ്സ് ഇംഗ്ലീഷ്. അതാണ് BBC ഒക്കെ പറയുന്ന ഇംഗ്ലീഷ്. ബ്രിട്ടനിൽ പോലും ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ അവിടെയുള്ളവർ പറയുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾ വലിയ ഇംഗ്ലീഷുകാരനാണെന്ന് പറഞ്ഞ് യൂറോപ്പിൽ ബ്രിട്ടനിൽ ചെന്നാൽ ആയിരക്കണക്കിന് തെറ്റുകൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഷേക്സ്പിയറിന്റെ പുസ്തകത്തിൽ എത്ര ഇംഗ്ലീഷ് ഗ്രാമർ തെറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ വക വിലക്ഷണം കെട്ട വിമർശനം പറയാതെ നല്ല വിമർശനങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അറിയൂ. ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഒരു ക്യാപ്ഷൻ കേൾപ്പിച്ചു തരാം. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു കുട്ടിക്ക് ഹിജാബ് നിഷേധിച്ചാൽ അത് ഭരണഘടനാ ലംഘനമാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൊതുവായത് എന്നാണ്. എൻ്റെ പൊന്നു സഹോദര, പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പൊതുവായ ഇടം എന്നല്ല. പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ച ശാസ്ത്രീയവും മാനവികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, DPI എന്ന് കേട്ടിട്ടുണ്ട്. പബ്ലിക് എഡ്യൂക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ആ സ്ഥാപനം നാട്ടുകാർക്ക് കയറി തിണ്ണ നിരങ്ങാനുള്ള സ്ഥാപനം എന്നല്ല അർത്ഥം. എയ്ഡഡ് സ്കൂളോ CBSE സ്കൂളോ ഒന്നും പബ്ലിക് പ്രോപ്പർട്ടി അല്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പബ്ലിക് യൂസിന് വേണ്ടി ചില നിയമങ്ങൾ അനുസരിച്ച് പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥാപനം എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മദ്രസ വിദ്യാഭ്യാസമല്ല, ദൈവശാസ്ത്ര വിദ്യാഭ്യാസമല്ല അവിടെ കൊടുക്കുന്നത്, സെക്യുലർ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ ആ സ്കൂള് പൊതുസമൂഹത്തിൻ്റെതാണെന്നുള്ള യാതൊരു അർത്ഥവുമില്ല. അപ്പൊ അത് ഇംഗ്ലീഷ് വെറുതെ പ്രൊനൗൺസ് ചെയ്യാൻ അറിഞ്ഞാൽ പോരെ, അതിന്റെ അർത്ഥം പഠിക്കണം. അപ്പൊ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ, അല്ലെങ്കിൽ നിർമ്മലമാത പബ്ലിക് സ്കൂൾ, അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനമായ സെന്റ് തോമസ് കോളേജ്, ഇതൊക്കെ ഞങ്ങളുടെ തന്തമാര് അപ്പന്മാര് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ സ്വകാര്യ ഇടങ്ങളാണ്. ആ കമ്മ്യൂണിറ്റിയുടെ സ്വകാര്യ ഇടത്ത് പബ്ലിക് ഇൻസ്ട്രക്ഷൻ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അത് പബ്ലിക് പ്ലേസ് അല്ല. പബ്ലിക് പ്ലേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഓഫീസിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് പബ്ലിക് പ്ലേസ് ആണ്. പക്ഷെ അവിടെയും പബ്ലിക് പ്ലേസ് ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവനും കൂടി ഉപയോഗിക്കാനുള്ളതാണെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. കാരണം പല രാജ്യങ്ങളിലും അത്തരം ഓർമ്മ നിങ്ങൾക്കില്ലാതെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു, ഞങ്ങൾ നടുറോട്ടിലിരുന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് കലഹമുണ്ടാക്കുന്നത്. അതൊക്കെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള തീർത്തും അജ്ഞതയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് മോനെ, സഹോദരനെ ഒരിക്കൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് കയറി തിണ്ണ നിരങ്ങാനുള്ള സ്ഥലം എന്നല്ല അർത്ഥം. ഞങ്ങളുടെ തന്തമാര് പണം മുടക്കി വാങ്ങിക്കുകയും പൊതു വിദ്യാഭ്യാസത്തിന്റെ സിലബസ് പഠിപ്പിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ സ്വകാര്യ ഇടങ്ങളാണ് എല്ലാ ക്രൈസ്തവ എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും പള്ളികളും. അതുകൊണ്ട് അവിടെ ബാധകമായത് സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ ട്രസ്റ്റുകൾക്കും ബാധകമായ നിയമമാണ്, അല്ലാതെ ഗവൺമെന്റ് സ്കൂളിന് ബാധകമായ നിയമമല്ല എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. പ്രിൻസിപ്പലിന് ഹിജാബ് ധരിക്കാമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിച്ചാൽ എന്താണെന്നാണ് ഒരു കുട്ടി വാദോരാതെ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ബുദ്ധിയും ബോധം ഉണ്ടെന്ന് പറയുന്ന പല ഉസ്താദുമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു മാതാപിതാക്കള് ഒരു മനോരോഗിയെ കൊണ്ടുവന്നു. അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ മാനസികമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. മാനസിക രോഗം എന്ന് പറഞ്ഞ ഒരു തെറ്റൊന്നുമല്ല കേട്ട. കാരണം മാനസിക രോഗം ഉണ്ടായിട്ട് മനോരോഗാശുപത്രിയിൽ കിടന്ന ആളുകൾക്ക് നോബൽ സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. കാരണം ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടാൽ മതി. പക്ഷെ ഈ മനോരോഗിയായിട്ടുള്ള കുട്ടിക്ക് ഒരു അബദ്ധം പറ്റി. അവൻ ഒരിക്കൽ അപ്പനും അമ്മയുടെയും രാത്രിയിലുള്ള ഒരു സീൻ അവൻ കാണാനിടയായി. പിന്നെ അവൻ പറയുന്നത് അപ്പന് ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്ക് ചെയ്താൽ എന്താണ് കുഴപ്പമെന്നാണ്. അങ്ങനെ അവൻ അമ്മയെ തട്ടിയിടാൻ തുടങ്ങി.
അപ്പൻ ചെയ്യുന്നതല്ലേ മോന് ചെയ്ത എന്താ കുഴപ്പം എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അങ്ങനെ അവൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ മനോരോഗാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇത് കൃത്യമായിട്ട് മാനസിക വിഭ്രാന്തിയാണ് ആ കുട്ടിക്ക്, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെയാണ് ചില ആൾക്കാർ ചോദിക്കില്ലേ, മുഖ്യമന്ത്രി കാറിൽ പോകുമ്പോൾ ഞങ്ങളെയൊക്കെ എന്ത് ചെയ്യും, വഴിയുടെ ഭാഗത്ത് തടഞ്ഞു നിർത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് എന്താ വഴിയെ കൂടെ പോകാൻ അവകാശം കൊടുത്താൽ ആ അവകാശം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കില്ലാത്തത്? ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന പൗരന്മാരല്ലേ? അത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് ജയിലിൽ കൊണ്ടിടും. പ്രധാനമന്ത്രി പോകുമ്പോൾ പ്രധാനമന്ത്രി ഒരു പൗരനല്ലേ? ഇന്ത്യയിലുള്ള എല്ലാവരും ഭരണഘടനയ്ക്ക് മുമ്പിൽ തുല്യരല്ലേ? അപ്പൊ പ്രധാനമന്ത്രിയുടെ അവകാശം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കില്ലാത്തത്? പ്രസിഡന്റിന്റെ അവകാശം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കില്ലാത്തത്? പ്രസിഡന്റും മനുഷ്യനല്ലേ, ഞങ്ങളും മനുഷ്യരല്ലേ? ഒരു സമൂഹത്തിൽ ഹൈറാർക്കി ഉണ്ട്. വിദ്യാർത്ഥിക്ക് ഒരു നിയമമാണ്, അധ്യാപകർക്ക് വേറൊരു നിയമമാണ്. ആ വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും നിയമം വ്യത്യസ്തമാണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുക. അവരെ കൊണ്ടു ചെന്നാക്കേണ്ട സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനോരോഗാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. കാരണം അവർക്ക് പബ്ലിക് ലൈഫിലെ ഹൈറാർക്കിയെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആൾക്കാരാണ്. അവരെ കുട്ടികളായിട്ട് നമുക്ക് കണക്കാക്കാം, മനോരോഗമാവണമെന്നില്ല. കുട്ടികളൊക്കെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടുണ്ട്, അപ്പന് വീഡിയോ വലിക്കാമെന്നുണ്ടെങ്കിൽ എന്താ എനിക്ക് വീഡിയോ വലിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ശൈശവത്തിൻ്റെ, പ്രായപൂർത്തിയാകാത്തവരുടെ ചില ചോദ്യങ്ങൾ എന്ന് കണക്കാക്കിയാൽ മതി. പക്ഷേ അത് വിദ്യാഭ്യാസ മന്ത്രിയെ പോലുള്ളവരുടെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലെന്തോ തകരാറുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.